കുറച്ച് നാളായിട്ടൊരു ആഗ്രഹമാണ്, ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കണം, അതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാങ്ങിച്ച ബോർഡാണ് ഇത് ക്ലാസ് ഡി ആംപ്ലിഫയറാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നവർക്ക് ഇത് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റണം, അതുപോലുള്ളൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിനുവേണ്ടി മേടിച്ച ബോർഡാണിത്. അപ്പോൾ ഇത് ക്ലാസ് ഡി ആംപ്ലിഫയർ സിമ്പിളാണ്, നമുക്കിതിൻ്റെ സോൾഡറിങ്ങും വയറിങ്ങും കാര്യങ്ങളൊക്കെ സിമ്പിളാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഈ ബോർഡൊന്ന് ഞാൻ പായ്ക്ക് പൊട്ടിച്ച് കാണിച്ചു തരാം. എന്നാലും നമ്മളിത് എടുത്തിട്ടുള്ള ആമസോൺ വഴിയാണ്, നല്ല പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ തന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിത് പാക്കിംഗ് ഒക്കെ പൊട്ടിച്ച് ഞാൻ ബോർഡ് കാണിക്കാം. ഇത് ഈ സെയിം ബോർഡ് തന്നെ 3 എണ്ണമാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ ഈ 3 എണ്ണം വാങ്ങിച്ചതിൻ്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞുതരാം എന്തിനാണെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയാണ് വാങ്ങിച്ചത്. എന്തായാലും ഞാൻ ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ പൊട്ടിച്ച് ബോറടിപ്പിക്കാതെ നിങ്ങളെ കാണിക്കാം. ഞാൻ എന്തായാലും ഈ ബോർഡ് മേടിച്ചിട്ടുള്ളത് 399 രൂപയ്ക്കാണ് ആമസോൺ വഴി. ഞാൻ എന്തായാലും അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ ഇട്ടേക്കാം, നിങ്ങൾ നോക്കിയാൽ മതി. എന്തായാലും ഇതുവരെയുള്ള പാക്കിംഗ് ഒക്കെ പക്കയാണ്, നല്ല അടിപൊളി പാക്കിംഗ് ആണ്. ഇത് മൊത്തത്തിൽ ഈ 3 ബോർഡും കൂടെ ചുറ്റിക്കൊണ്ടും അല്ലാതെ അതിൻ്റെ അകത്ത് ഓരോ ബോർഡായിട്ടും പാക്കിംഗ് ഒക്കെ ഉണ്ട് നല്ല രീതിക്ക്. എന്തായാലും ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഈ പാക്കിങ്ങിലല്ലല്ലോ കാര്യം, നമുക്ക് ഈ ബോർഡാണുള്ള കാര്യം. അപ്പോൾ ഈ ബോർഡ് എങ്ങനെയുണ്ടെന്ന് നമുക്കിത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് വീഡിയോകൾ പല ചാനലുകളിൽ ഞാൻ കണ്ടായിരുന്നു. അപ്പം നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ വേണമെന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ചെയ്യുന്നത്. എന്തായാലും ബോർഡ് ഇതാണ്. അപ്പോൾ 3 പാക്കറ്റ് കണ്ടോ, ഇതെല്ലാം സെയിം ബോർഡ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതിൽ ഒരെണ്ണം നിങ്ങളെ ഇത് പൊട്ടിച്ച് കാണിക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. എന്നാലും നല്ല വൃത്തിക്കൊക്കെയാണ് അവർ പാക്ക് ചെയ്ത് തന്നിട്ടുള്ളത്. ക്ലാസ് ഡി ആംപ്ലിഫയർ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വലുതും ചെറുതും എല്ലാം വാട്ട്സ് കൂടിയതും എല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാനുള്ള രീതിക്കുള്ള ബോർഡാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. ഇതിന് സിമ്പിളായിട്ടുള്ള ഉണ്ട്, പക്ഷേ ഇത് നമുക്ക് ചെറിയൊരു ബോർഡ്, കയ്യിൽ ഒതുങ്ങുന്നൊരു ബോർഡാണ്. അപ്പം നല്ല വൃത്തിയും മെനയൊക്കെയുള്ളൊരു ബോർഡാണ്. എന്തായാലും ഞാൻ ഈ ബോർഡ് കാണിക്കാം, ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇത്രയ്ക്കും കുഞ്ഞൻ ബോർഡാണ്, നല്ല വൃത്തിയുള്ളൊരു ബോർഡ്. അതിൻ്റെ ഹീറ്റ് സിങ്കിൻ്റെ കളറൊക്കെ കണ്ടോ, നല്ല അടിപൊളി ഒരു കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ കമ്പോണൻസും വെച്ചൊക്കെ നല്ല വൃത്തിക്കും മെനക്കൊക്കെയാണ്. പിന്നെ ഇതിനകത്തൊരു LED വരുന്നുണ്ട്, അത് നിങ്ങൾക്ക് നോക്കിയാലേ കാണത്തുള്ളൂ, നേരിട്ട് കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ. ഒരു LED വരുന്നുണ്ട് ഇതിനകത്തത്, പവറിൻ്റെ ഒരു LED. പിന്നെ ഇതിനകത്ത് കൊടുക്കേണ്ട കണക്ഷനും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. നമുക്കിത് 8 വോൾട്ട് തൊട്ട് 26 വോൾട്ട് വരെ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ 26 ഒക്കെ കൊടുത്തെങ്കിലേ ഉള്ളൂ നമുക്ക് മാക്സിമം ഇതിനകത്തുനിന്നുള്ള ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു ചാനലിൽ 30 വാട്ട്സ് ഒഴിച്ച് 2 ചാനലാണ് വരുന്നത്, 60 വാട്ട്സാണ് ടോട്ടൽ ഈ ബോർഡ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഞാനിത് വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്തു നമുക്ക് ഒന്നിലേറെ ചാനൽ നമുക്ക് കൊടുക്കാമെന്നുള്ള രീതിക്കാണ് ഞാൻ ഈ 3 ബോർഡ് മേടിച്ചിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഈ ഒരൊറ്റ ബോർഡിൻ്റെ കണക്ഷൻ കാണിക്കത്തുള്ളൂ. അതിൻ്റെ വീഡിയോ പുറകെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്തെങ്കിലേ ഉള്ളൂ ഇത് കാണുന്നവർക്ക് ഏകദേശം ഇത് മനസ്സിലാവുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് അറിയാവുന്നവരും കാണും, അറിയാൻ വയ്യാത്തവരും കാണും. ഇത് അറിയാൻ വയ്യാത്തവർ ഒത്തിരി പേരുണ്ട്, അതുകൊണ്ടാണ് ആരും ഇതുപോലുള്ള ഒന്നും ചെയ്ത് നോക്കാത്തത്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മൾ കമൻറ്റ് വഴി ചോദിക്കാം, നമ്മളോട് ചോദിക്കാം, നമ്മൾ അതിനുള്ള ആൻസറും കാര്യങ്ങളൊക്കെ തരുന്നതാണ്. പിന്നെ ഈ വീഡിയോ ഇട്ടതിന് ശേഷം ആരെങ്കിലും പറയുകയാണെങ്കിൽ നമുക്കിതിൻ്റെ വലിയ ബോർഡിൻ്റെ വീഡിയോ എന്തായാലും നമുക്ക് ചെയ്യാം.